തിരുവനന്തപുരത്ത് നിന്നും ഇടുക്കിയിലേക്ക് ജോലിയിൽ എനിക്ക് സ്ഥലം മാറ്റമാണെന്നറിഞ്ഞപ്പോൾ മുഖത്ത് ഒരു ചെറുചിരി പടർന്നിരുന്നു. മനസ്സിൽ അതിയായ സന്തോഷവും. ഒന്നോ രണ്ടോ ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന യാത്രകളിൽ കാണാൻ ബാക്കി വെച്ച കുറച്ചധികം സ്ഥലങ്ങളുണ്ട്. ഓരോ യാത്രകളും ഓരോ അനുഭവങ്ങളാണ്. ഇന്നത്തെ ഈ യാത്രയും അങ്ങനെ പോകാൻ ബാക്കി വെച്ച ഒരിടത്തേക്ക്. ഇതാണ് ഇടുക്കിക്കാരുടെ ഡ്രാക്കുള പള്ളി. ഇവിടേക്കുള്ള ഈയൊരു യാത്ര മതിയായ ആഗ്രഹമായിരുന്നു. മോഹൻലാലും മഞ്ജു വാര്യറും ചേർന്നുള്ള സിനിമയിലെ ഒരു പ്രധാന രംഗത്തിൽ കൂടെ പള്ളി പ്രത്യക്ഷപ്പെട്ടതോടെ സിനിമയ്ക്കൊപ്പം പള്ളിയും ഹിറ്റായി. ആയിരത്തി 1952 JM വിൽക്കി സാഹിബ് തോട്ടം തൊഴിലാളികൾക്കായി ചീന്തലാറിൽ പള്ളി പണിയുന്നത്. CSI, മാർത്തോമ, യാക്കോബായ വിഭാഗങ്ങൾ ഇവിടെ ആരാധന നടത്തി. പിന്നീട് ഓരോ സഭകളും പുതിയ ദേവാലയങ്ങൾ പണിതതോടെ ആരും ഇങ്ങോട്ടേക്ക് എത്താതെയായി. പള്ളി കാടുപിടിച്ച് നശിച്ചു. ഒടുവിൽ ഡ്രാക്കുള പള്ളി എന്ന പേരും വീണു. തേയിലത്തോട്ടങ്ങൾക്ക് നടുവിൽ തല ഉയർത്തി നിൽക്കുന്ന പള്ളി, പള്ളിമുറ്റത്തിനോട് ചേർന്നുള്ള ശ്മശാനവും കല്ലറകൾക്കിടയിൽ ഇലകൊഴിഞ്ഞു നിൽക്കുന്ന കൂറ്റൻ മരവും, ബ്രിട്ടീഷ് നിർമ്മാണ രീതിയായ ഗോത്തിക് ശൈലിയിൽ പണിത ചരിത്ര സ്മാരകമായ ദേവാലയം തകർച്ചയുടെ വക്കിലെത്തിയത് ഏറെ വേദനാജനകമായിരുന്നു. ഇടുക്കിയിലെ കുടിയേറ്റ ഗ്രാമമായ ഉപ്പുതറയ്ക്ക് സമീപമുള്ള ലോണ്ട്രി എന്ന സ്ഥലത്താണ് പള്ളി സ്ഥിതി ചെയ്യുന്നത്. മെയിൻ റോഡിൽ നിന്ന് 150 മീറ്റർ ഉള്ളിലാണ് പള്ളി. തേയിലത്തോട്ടങ്ങൾക്ക് ഇടയിലൂടെയുള്ള റോഡിലൂടെ സഞ്ചരിച്ചാൽ പള്ളിയിലേക്ക് എത്താം. CSI സഭ വീണ്ടും ദിവ്യബലി അർപ്പിക്കാൻ ആരംഭിച്ചതും മോഹൻലാൽ ചിത്രത്തിൻ്റെ വൻ വിജയത്തിനു പിന്നാലെ നിർമ്മാതാക്കൾ പള്ളി പുനർനിർമ്മിച്ചു നൽകിയതും ദേവാലയത്തിന് പുതുജീവൻ നൽകി. പഴമയുടെ തലയെടുപ്പോടുകൂടി ഡ്രാക്കുള പള്ളി ഉയർത്തെഴുന്നേറ്റു. നേരിയ മഞ്ഞിൽ ഞാൻ കണ്ട കാഴ്ചകൾ നിഖിൽ ക്യാമറയിലാക്കി. അടുത്തറിഞ്ഞ അനുഭവങ്ങൾ ഓർമ്മയിലൊളിപ്പിച്ച് ഇനി അടുത്ത യാത്രയ്ക്കായുള്ള കാത്തിരിപ്പിലേക്ക്.